ഇന്ന് 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ഏത്തപ്പഴവും ഒരു കപ്പ് അരിപ്പൊടിയും വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ്, എണ്ണ ഒട്ടും കുടിക്കാത്ത നല്ല ടേസ്റ്റിയാണ്. നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഒരു നല്ല പഴുത്തൊരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഇത് തയ്യാറാക്കാൻ നല്ലത്. ഇതെല്ലാം മുറിച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 200 ഗ്രാം അരിപ്പൊടി കാണും ഇത്. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഉരുക്കി വെച്ചിരുന്നു. ഒരു 1.5 ഗ്ലാസോളം കാണും. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിൽ ഞാൻ 2 ഏലക്കായും ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ പൊടിച്ചു വെച്ചതുള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കാൻ. നിങ്ങളുടെ കയ്യിൽ പൊടിക്കാത്തതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതായത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത് നെയ്യപ്പത്തിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണിത് തയ്യാറാക്കിയെടുക്കേണ്ടത്. മാവ് അരച്ചെടുത്തതാണിത്. 1 മിനിറ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ചെറിയ തരികളുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക 2 എണ്ണമാണ് പൊടിച്ചെടുത്തത്. പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തതാണ്. ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം. സോഡാപ്പൊടി കൂടി പോകരുത്, അപ്പം പൊട്ടിപ്പോകും. അപ്പോൾ എണ്ണ നല്ലപോലെ കുടിച്ചു പോകും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിയോ മൈദയോ ഏതായാലും മതി. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് തേങ്ങ ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചേർക്കണ്ട, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റായിരിക്കും. ഇത് റെസ്റ്റിനൊന്നും വെക്കണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാവിൻ്റെ ഒരു പരുവത്തിൽ വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിത് ഒരു തവി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും മതി. നല്ല ചൂടിൽ ഇത് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് പൊങ്ങി വരുമ്പോൾ നമുക്ക് തീ ഒന്ന് നല്ല പോലെ തന്നെ കുറച്ച് കൊടുക്കണം. അതിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഒന്നും കൂടെ ഞാൻ തയ്യാറാക്കി കാണിച്ചു തരാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരം കേട്ടോ അത്. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാം. അരി അരച്ചൊന്നും ബുദ്ധിമുട്ടണ്ട. വീഡിയോ കാണുമ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്യണേ. കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഇതെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല പഞ്ഞി പോലത്തെ അപ്പം കേട്ടോ ഇത്. എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്.